നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആ സ്ഥാനം അല്ലെങ്കിൽ ആ പദവി ഏറ്റെടുക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോടേം സ്പീക്കറുടെ മുന്നിലാണ്. മുതിർന്ന നിയമസഭാ സാമാജികൻ G. സുധാകരനാണ് ഇത്തവണ പ്രോടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടന്നത്. പുതിയ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. നാളെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ LDF-ന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ സൂചനയൊന്നുമില്ല. പക്ഷേ NDA സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയമസഭയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് NDA MLA BB ഗോപകുമാർ സ്പീക്കർ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു BJP MLA സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 3 സീറ്റുകളാണ്. കഴിഞ്ഞ നിയമസഭയിൽ BJPക്ക് സീറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2016 നിലവിൽ വന്ന നിയമസഭയിൽ BJP ചരിത്രം കുറിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് തുറന്നിരുന്നു. തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലത്തിലാണ് BJP അന്ന് വലിയ വിജയം നേടിയത്. അത് BJPയുടെ രാഷ്ട്രീയ വളർച്ചയുടെ തുടക്കമായിരിക്കുമെന്നും ഇനി അങ്ങോട്ട് താമരക്കാലമായിരിക്കുമെന്നുമാണ് BJP നേതാക്കൾ അന്ന് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് പൂട്ടിപ്പോയി. LDF-ഉം UDF-ഉം ഒന്നിച്ചു നിന്നപ്പോൾ BJPയെ നിയമമണ്ഡലത്തിൽ അടുപ്പിക്കാതിരിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ BJP 2021 വീണ്ടും സംപൂജ്യരായി. എന്നാൽ പൂട്ടിച്ച ആ അക്കൗണ്ടുകൾക്ക് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിന് പകരം 3 അക്കൗണ്ടുകൾ തുറന്നാണ് BJP ഇത്തവണ അതിന് പ്രതികാരം വീട്ടിയത്. നേമം നിയോജക മണ്ഡലത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറും, കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായിരുന്ന V. മുരളീധരനും, ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ അനിഷേധ്യ നേതാവായ BB ഗോപകുമാറും വിജയിച്ചു വന്നു. 3 മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ പ്രകടനമാണ് BJP നടത്തിയത്. ഇവിടങ്ങളിൽ BJPക്ക് വലിയ വിജയമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പാർട്ടി അവകാശപ്പെട്ടിരുന്നതാണ്. മാത്രമല്ല പൊതുരംഗത്ത് അങ്ങനെയുള്ള പല ചർച്ചകളും നടന്നു. അഭിപ്രായ സർവേകളിലും അതുപോലെ തന്നെ എക്സിറ്റ് പോളുകളിലുമെല്ലാം ഈ മണ്ഡലങ്ങളിൽ NDAക്ക് മുൻതൂക്കമുണ്ട് എന്ന പ്രവചനവും വന്നിരുന്നു. പ്രവചനങ്ങൾക്കനുസരിച്ച് തന്നെ BJP 3 സീറ്റുകൾ നേടിക്കൊണ്ട് നിയമസഭയിലേക്ക് കടക്കുകയാണ്. BJPയുടെ 3 MLA-മാർ ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം കാൽനടയായിട്ടാണ് അല്ലെങ്കിൽ വലിയ റാലിയായിട്ടാണ് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി നിയമസഭയിലേക്ക് പോയത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിനും അതുപോലെ തന്നെ നിയമസഭാ കവാടം വരെയുള്ള റാലിയിലും വലിയ രീതിയിലുള്ള പ്രവർത്തക പങ്കാളിത്തമുണ്ടായിരുന്നു. മാത്രമല്ല V. മുരളീധരനെ പോലെയുള്ള MLA-മാർ അവരുടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും വാഹന പ്രചരണ ജാഥയായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയത്. അങ്ങനെ 3 MLA-മാരുടെ നിയമസഭാ പ്രവേശം വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് BJP പ്രവർത്തകർ. ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഇന്ന് BJP സംസ്ഥാന വ്യാപകമായി ആഹ്ലാദ പ്രകടനങ്ങളും പരിപാടികളുമെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാഴികക്കല്ലായി ഇന്നത്തെ ദിവസം മാറുകയാണ്. BJPയുടേതായി 3 പ്രതിനിധികൾ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആ പദവി ഏറ്റെടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാളെ നടക്കാനിരിക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് BJP ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്കാണ് നിലയുറപ്പിച്ചത്. അതായത് പാർട്ടിയുടെ നിയമസഭാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നിയമസഭാ നേതാവ് ആരായിരിക്കും? രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ നിയമസഭയിൽ ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡർ ഉണ്ടാകും. അങ്ങനെ BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ആരാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് നേരത്തെ ചർച്ചകളിലും വാർത്തകളിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാകുമോ അതോ V. മുരളീധരനാകുമോ എന്നെല്ലാം സംശയമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി V. മുരളീധരനെ പാർലമെൻ്ററി
പാർട്ടി ലീഡറായി നിയമിക്കാനുള്ള ധാരണയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. വി മുരളീധരൻ തന്നെയാകും MLA-മാരെ നിയമസഭയിൽ നയിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതിനിടയിലാണ് ഇപ്പോൾ BB ഗോപകുമാർ സ്പീക്കർ സ്ഥാനത്തേക്ക് പത്രിക നൽകിയിരിക്കുന്നത്. ജയസാധ്യത ഒട്ടുമില്ല എന്ന് നമുക്കറിയാം. കാരണം 3 MLA-മാർ മാത്രമേ BJPക്ക് അവിടെയുള്ളൂ. UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കാനാണ് എല്ലാ സാധ്യതയും. കാരണം 102 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. LDF അവിടെ ഒരു പ്രതീകാത്മകമായ മത്സരം എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നറിയില്ല. പക്ഷേ BJP രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വലിയ പരിചയമൊന്നും BJPക്ക് കേരളത്തിൽ ഇല്ല. പക്ഷേ അവിടെയാണ് BJP ഒരു മുഴം മുന്നേ എറിയുന്ന, അതായത് LDFന് പോലും സ്പീക്കർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സമയത്ത് BJP ഇന്ന് തന്നെ നാളെ നടക്കാനിരിക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. UDFിൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി മാറുമെന്നാണ് സൂചന. എന്നാൽ 2016-ൽ O രാജഗോപാൽ BJPയുടെ പ്രതിനിധിയായി സഭയിലുണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീരാമകൃഷ്ണൻ LDFിൻ്റെ ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് എങ്ങോട്ടാണ് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് കുറച്ചധികം വിവാദമായിരുന്നു ആ BJPയുടെ നടപടി. പാർട്ടിയുടെ നടപടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഉപദേശം ലംഘിച്ചുകൊണ്ട് BJPയുടെ MLA ആയിരുന്ന O രാജഗോപാൽ കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ പേരുള്ള ഒരു പേരാണ് ശ്രീരാമകൃഷ്ണൻ്റേത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ വോട്ട് നൽകുന്നു എന്ന് പറഞ്ഞ് അന്ന് LDFിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ BJP പിന്തുണയ്ക്കുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു. സ്പീക്കർ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. 3 BJP MLA-മാർക്കും ഇടതുമുന്നണിയോ വലതുമുന്നണിയെയോ പിന്തുണയ്ക്കേണ്ട സാഹചര്യം വരുന്നില്ല. അവർക്ക് സ്വന്തം ചിഹ്നത്തിൽ അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം എന്ന സാഹചര്യമാണുള്ളത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദമുണ്ടാക്കുന്ന വാർത്തയുമാണ്.